friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഗരം മസാല പൗഡറിന്റെ റെസിപ്പിയാണ്. അല്പം ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് നല്ല സ്മെല്ലോട് കൂടിയിട്ട് ഗരം മസാല പൗഡർ വീട്ടിൽ റെഡിയാക്കാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഏലക്ക, 4 ഇഞ്ച് വലിപ്പമുള്ള കറുകപ്പട്ട ഇതുപോലെ ചെറിയ പീസുകളാക്കിയത്, 4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, തക്കോലം 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ഗ്രാമ്പൂ. ഇവയെല്ലാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 6 ഐറ്റംസ് വെച്ചുകൊണ്ടാണ് നമ്മളുടെ ഗരം മസാല പൗഡർ റെഡിയാക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നല്ല മണത്തോടു കൂടി ഗരം മസാല പൗഡർ റെഡിയാക്കാനായിട്ട് ഇത്രയും ഐറ്റംസ് തന്നെ ധാരാളമാണ്. അപ്പം അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റംസ് എന്ന് പറയുന്നത് പെരിഞ്ജീരകം, ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പൂ. ഈ 4 ഐറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗരം മസാല പൗഡറിന് നല്ല മണമായിരിക്കും. കുരുമുളകും തക്കോലും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നതാണ്. ഈ 4 ഐറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഗരം മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഐറ്റംസും കൂടി ചേരുമ്പോൾ നല്ല ഫ്ലേവറായിട്ട് നമുക്ക് ഗരം മസാല പൗഡർ റെഡിയാക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് റെഡിയാക്കുന്നതിനുള്ള സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്, മാർക്കറ്റിൽ നിന്ന് നമുക്ക് കറുകപ്പട്ട മേടിക്കുമ്പോൾ ഇതുപോലെ വണ്ണമുള്ള സൈസ് മേടിക്കരുത്. ഇതുപോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ഇത്ര വണ്ണത്തില്, ഇതാണ് ഒറിജിനല്. ഇതിനാണ് നല്ല മണമുള്ളത്. ഇത് ഉപയോഗിച്ച് ഗരം മസാല പൗഡർ റെഡിയാക്കി എടുക്കുന്നത് നല്ല മണമാണ്. പക്ഷെ ഇതിനങ്ങനെ മണമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതൊരുപാട് വലിപ്പമുള്ളതാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കരുത്. ചെറുതുള്ളത് നോക്കി മേടിക്കുക. വലിയ തോടുള്ളത് മേടിക്കാതെ കനം കുറഞ്ഞ് ഇതുപോലെയുള്ള തോട് നോക്കി മേടിക്കുക. ഇതിന്റെ പ്രത്യേകത ഇതാണ്, ഇതുപോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കും കണ്ടോ, ഇതേപോലെ. അധികം മണ്ണം ഉണ്ടായിരിക്കില്ല. ഇതിന് നല്ല മണമായിരിക്കും. അപ്പോൾ ഇതാണ് മേടിക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഒറിജിനൽ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മേടിക്കാറില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ചതാണ്. അപ്പോൾ കറുകപ്പട്ട മേടിക്കുമ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് പെരിഞ്ജീരകം ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത്. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ചേർക്കുന്ന സ്പൈസസ് എല്ലാം മണം മാറിപ്പോകും. ഇത് വറുത്തെടുക്കുമ്പോൾ നല്ല മണം വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 3 മിനിറ്റ് വറുത്തെടുക്കാം. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്കായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പലരും ഇത് റെഡിയാക്കി നോക്കിയിട്ട് ഗരം മസാല പൗഡറിൻ്റെ നല്ല സ്മെല്ല് അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നോട് ചാനലിൽ റെസിപ്പി ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതോടനുബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ മിക്കവാറും കറി മസാല ഉണ്ടാക്കുമ്പോൾ ബേ ലീവ്സ്, ജാതിപത്രി ഒക്കെ ചേർക്കുന്നിട്ടും അവർ പറയുന്നത് അവർക്ക് കറക്റ്റായിട്ടുള്ള മണത്തിൽ ഗരം മസാല റെഡിയാക്കാൻ പറ്റുന്നില്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ 6 ഐറ്റംസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗരം മസാല പൗഡർ റെഡിയാക്കാം. ഇതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റം തന്നെയാണ്. ബേലീസ് ഒന്നും എപ്പോഴും നമ്മൾ മേടിക്കില്ലല്ലോ. അത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കറികളൊക്കെ വെക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാകുന്ന സ്പൈസസ് ആണ്. അപ്പോൾ നമുക്ക് ഇതന്നെ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗരം മസാല പൗഡർ റെഡിയാക്കി എടുക്കാം. പിന്നെ ഏലക്കായ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ കഴുകി നല്ല വെള്ളമൊക്കെ വാർന്നതിന് ശേഷം വേണം വറുക്കാനായിട്ട്. നല്ലപോലെ കഴുകിയെടുക്കുന്നതാണ് നല്ലത്. ചിലർ തോട് മാറ്റിയിട്ട് ഇതിൻ്റെ സീഡ് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. തോടിന് നല്ല മണമാണ്, അത് ഒഴിവാക്കണ്ട. അതും കൂടി ആകുമ്പോഴാണ് കറി മസാലയ്ക്ക് നല്ല മണം ഉണ്ടാകുന്നത്. നല്ലപോലെ വാഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ലൈറ്റ് ചൂടോടെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗരം മസാല പൗഡർ പൊടിച്ചെടുത്തു. ഞാൻ പാത്രത്തിലേക്ക് മാറ്റാണ്. ഇത് അരിച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. പൊടിച്ചതിന് ശേഷം ചൂടാറിയിട്ട് വേണം പിന്നെ ജാറിൽ അത് കണ്ടെയ്നറിലാക്കി വെക്കാനായിട്ട്. ചൂടോടുകൂടെ മൂടി വെക്കരുത്. അങ്ങനെ നമ്മുടെ ഗരം മസാല സ്പൈസ് മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഗരം മസാല പൗഡറിന് മണമില്ല എന്നുള്ള പരാതിക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫെയിലായി പോവില്ല. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സ്പൈസസ് ഉപയോഗിച്ച് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മണമുള്ള ഗരം മസാല പൗഡർ റെഡിയാക്കി എടുക്കാം. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കണ്ടാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.